ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഒരു വ്യാഴാഴ്ച സമയം വൈകുന്നേരം ബൈബിൾ സ്റ്റഡിക്കായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ആദ്യം തന്നെ നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. കഴിഞ്ഞ 13 അധ്യായങ്ങൾ അല്ലെങ്കിൽ 13 സെഷൻസിൽ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നാം ഒന്നിച്ച് ചേർന്ന് ചിന്തിക്കുവാൻ പഠിക്കുവാൻ പോകുന്നത് ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ അധ്യായമാണ്. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു നല്ലൊരു അവസരമായിരുന്നു. പ്രത്യേകിച്ചും സെക്കറിയാവിൻ്റെ പ്രവചനം അത് സാധാരണഗതിയിൽ വായിക്കുക പോലും ചെയ്യാത്ത ഒരു ഭാഗമാണ്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും അത് പങ്കുവെക്കുവാനും കർത്താവ് അനുവദിച്ചു. അത് സഭയ്ക്കും ഒരളവ് വരെ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനെ ആ മുഖാന്തരങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെ നന്ദിയോടെ ഓർക്കുകയാണ്. നാം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ചാപ്റ്റർ 14 ഓഫ് സെക്കറിയ. 21 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഈ അധ്യായം അതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഈ പ്രവചനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അധ്യായമാണ്. ഈ സെക്കറിയാവ് പറയുവാൻ ഉദ്ദേശിച്ച 107 വിഷയത്തിൻ്റെ ഏറ്റവും അവസാന സമയത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം സാധാരണ ചെയ്തു വരുന്നത് പോലെ ആ വാക്യങ്ങൾ ഒന്ന് നമുക്ക് വായിക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം. ദൈവവചനം വായിക്കുന്നതും അത് ശ്രദ്ധിക്കുന്നതും അനുഗ്രഹത്തിന് കാരണമാണ്. അതിന് യാതൊരു സംശയവുമില്ല. 14-ാം അധ്യായം അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. നാം നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതുപോലെ അവസാനത്തെ അധ്യായങ്ങൾ വളരെ പ്രത്യാശയ്ക്കും സന്തോഷത്തിനും നന്മ കാഴ്ചവെക്കുന്ന അധ്യായങ്ങളാണ്. ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നാം കാണുന്നത്. പ്രിഡോമിനൻ്റ്ലി 3 questions are answered very clearly. ഒന്ന്, വാട്ട് വിൽ ഹാപ്പൻ ടു ജെറുസലേം? ജെറുസലേമിന് എന്ത് സംഭവിക്കും? ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നാം ഈ അധ്യായത്തിൽ കാണുന്നു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ടു ദ നേഷൻസ്? ജാതികൾക്ക്, യെരുശലേം അല്ലാതെ ഇസ്രായേൽ അല്ലാത്ത മറ്റ് ജാതികൾക്ക് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു ദി നേഷൻസ്? അത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ വെൻ ക്രൈസ്റ്റ് റിട്ടേൺസ്? ക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ 21 വാക്യങ്ങളിൽ നാം വ്യക്തമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും. ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ലഭിക്കുമ്പോൾ അത് ആ യഹോവയുടെ ദൈവത്തിൻ്റെ ആ ദിവസത്തെക്കുറിച്ച് സംസാരിക്കും. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ എല്ലാം ഈ അധ്യായത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വാക്യങ്ങളിൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കും. വാക്യപ്രതി വാക്യമായിട്ട് നാം സാധാരണ ചെയ്തു വരുന്നത് പോലെ നമുക്ക് ചിന്തിക്കാം. നാം എപ്പോഴും ചിന്തിക്കുന്നത് ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിലും സഭയുടെ പശ്ചാത്തലത്തിലുമാണ് ചിന്തിക്കുന്നത്. കാരണം യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് അവരോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടുന്ന പ്രവചനങ്ങൾ, അതോടൊപ്പം ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടുന്ന ആത്മീക സത്യങ്ങളും പ്രവചനങ്ങളുമാണ് നാം കാണുന്നത്. ആദ്യത്തെ വാക്യം നാം വായിക്കുന്നു, ബിഹോൾഡ് എ ഡേ ഈസ് കമ്മിങ് ഫോർ ദ ലോർഡ് വെൻ ദ സ്പോയിൽ ടേക്കൻ ഫ്രം യു വിൽ ബി ഡിവൈഡഡ് എമംഗ് യു. അപ്പോൾ അവിടെ അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട്. അവര് ആ രീതിയിൽ കൊള്ളയൊക്കെ വിഭാഗിച്ചു കൊടുത്ത് നിങ്ങളുടെ നിന്ന് എടുത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ദിവസം വരുന്നു. ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ് വെൻ എവറിഥിങ് വുഡ് ബി റെസ്റ്റോർഡ്. എല്ലാം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അക്ഷരികമായിട്ട് നാം ചിന്തിച്ചാൽ ഇസ്രായേലിന്റെ നാം കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ചിന്തിച്ചതാണ്. വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ഒരു ജനമാണ്. ബാബിലോണിന്റെ ആ ഒരു അടിമത്വം, ആ പ്രവാസത്തിൽ അവിടെ കടന്നുപോയി. അനേക രാജ്യങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തു, അവർക്കെതിരെ വന്നു. അവർക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി, കൊള്ളയടിച്ചു, നശിപ്പിച്ചു.
അവരുടെ സമ്പത്ത്, അവരുടെ ധനം, അവരുടെ നന്മകൾ, അവരുടെ ആൾക്കാർ, ആടുമാട് എല്ലാം നശിപ്പിച്ച ഒരവസ്ഥയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, a day is coming for the Lord when everything would come back. അതായത് നിങ്ങൾക്ക് തന്നെ നൽകപ്പെടുന്ന, പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നു. ആക്ഷരികമായിട്ട് അത് യെരുശലേമിനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവചനമാണ്. ഗോഡ് റെസ്റ്റോഴ്സ്, ദൈവം പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമാണ്. അക്ഷരികമായിട്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ ആ രാജ്യത്തിന്റെ നാം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ കാണുവാൻ സാധിക്കും. അതിനോട് ചേർന്ന് മനസ്സിലാക്കാൻ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. യോവേൽ പ്രവാചകൻ, അതിന്റെ യോവേലിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നിന്റെ 1 അവിടെ നാം വായിക്കുന്നത്, for behold in those days and at that time when I restored the fortunes of Judah and Jerusalem. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. അപ്പോൾ അവരുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരും, അല്ലെങ്കിൽ വരുന്ന ഒരു ദിവസമുണ്ട്. അത് കർത്താവ് സ്വയം വരുത്തുന്ന മാറ്റമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഒരു വാക്യം. അതോട് ചേർന്ന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു വാക്യവുമുണ്ട്. ആമോസ് ന്റെ പ്രവചനം 9-ാം അധ്യായം 14-15 ആ വാക്യം നിങ്ങൾക്ക് എടുത്തു വായിക്കാൻ ആൾക്കും കിട്ടിയെങ്കിൽ, യോയേൽ കഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ് ആമോസിന്റെ പുസ്തകം. അതിന്റെ 9 പാർക്കും മതി. ദൈവനാമത്തിന്റെ മഹത്വം. അപ്പോ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പുനഃസ്ഥാപനം. A day is coming. നാം 14-ാം അധ്യായം സക്കറിയാവ് 1-ാം വാക്യത്തിൽ വായിച്ചത്, അതെല്ലാം മടങ്ങി വരുന്ന, നിങ്ങൾ തന്നെ അത് വിഭാഗിച്ചു തരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. 13-ാം അധ്യായം അവസാനിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, എന്റെ ജനമാണ്, ദേ ആർ മൈ പീപ്പിൾ, ദേ വിൽ സേ ലോർഡ് ഈസ് മൈ ഗോഡ്. ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് അവർ പറയും. അത് പറഞ്ഞിട്ടുള്ള അടുത്ത വാക്യമാണ് നാം കാണുന്നത്, a day is coming. 14-ാം അധ്യായം 1-ാം വാക്യം, ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് തന്നെ മടങ്ങി വരും. റെസ്റ്റോറേഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അക്ഷരികമായിട്ട് ഇസ്രായേൽ ജനത്തിൽ, യെരൂശലേമിൽ ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മടങ്ങിവരവാണ് നാം അക്ഷരികമായിട്ട് ആ രാജ്യത്തോട് അനുബന്ധിച്ച് കാണുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ ആത്മീക അർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? നാം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ ജനമായി തീരുമ്പോൾ നമുക്ക് അനേക ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം, നാം ദൈവത്തെ അനുഗമിക്കുമ്പോൾ ഇസ്രായേൽ ജനം കാണിക്കുന്നത് സഭയെക്കുറിച്ചാണ്. അപ്പോൾ ദൈവസഭ ദൈവത്തിന് വേണ്ടി അനുഭവിക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് മടങ്ങി വരും, അവർക്ക് കിട്ടും. 10 മടങ്ങ് അല്ലെങ്കിൽ ഡബിൾ ആയിട്ട്, ഇരട്ടിയായിട്ട് കർത്താവ് നൽകും. ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നു, ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതൊക്കെയും, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കടന്നുപോയത് നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം നിങ്ങൾക്ക് മടക്കി തരും എന്നുള്ളൊരു ആത്മീക സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പരിചയമുള്ള ഒരു വാക്യമുണ്ട്, മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. ആ താഴ്മയുള്ളവർ, അവര് ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ ദൈവനാമത്തിന് വേണ്ടി നാം താഴ്മയോടെ, സൗമ്യതയോടെ നാം പെരുമാറുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി, വാട്ട് യു ലൂസ് ഫോർ ക്രൈസ്റ്റ് ഈസ് നെവർ എ പെർമനന്റ് ലോസ്. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ചില കാര്യങ്ങൾ നാം നഷ്ടപ്പെടുത്തിയാൽ അത് എന്നേക്കുമായിട്ടുള്ള, സ്ഥായിയായിട്ടുള്ള ഒരു നഷ്ടമല്ല. കർത്താവ് അതെല്ലാം നമുക്ക് മടക്കി തരും, അതിന് യാതൊരു സംശയമില്ല. ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം നാം ഈ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സഭയ്ക്ക് ആ ഒരു സത്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി നാം നഷ്ടപ്പെടുത്തുന്നതൊക്കെയും നമുക്കറിയാം. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അക്ഷരികമായിട്ട് ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെയും കടന്നു വരുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി അനേക മാതാപിതാക്കളെ, അല്ലെങ്കിൽ സഹോദരന്മാരെ, മക്കളെ, അവരുടെ പണത്തെ, ധനത്തെ എല്ലാം ത്യജിച്ച് കടന്നു വരുന്നവരുണ്ട്. പല രീതിയിലുള്ള ത്യാഗങ്ങൾ സഹിക്കുന്നവരുണ്ട്. നാം സഹിക്കുന്നതൊന്നും ത്യാഗമായിട്ട് നമുക്ക് കാഴ്ചവെക്കുവാൻ പോലും സാധ്യമല്ല ചിലരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ. അങ്ങനെ ചിന്തിച്ചാൽ
അതൊക്കെയും അവർക്ക് മടക്കി കിട്ടുന്നത് ഒരു ദിവസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം വാക്യം. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് നാശം നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ ദൈവം സ്വയം ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമാണ്. അവസാന നാളുകളാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ 14-ാം അധ്യായം തന്നെ നാം ചിന്തിച്ചാൽ സക്കറിയ പ്രവചനം വെളിപ്പാട് പുസ്തകത്തോട് ചേർത്ത് നിൽക്കുവാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു അധ്യായമാണ് 14-ാം അധ്യായം. ഏറ്റവും ഒടുവിൽ അന്ത്യനാളുകളിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് നാം വായിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്ന ഐ വിൽ ഗ്യാദർ, ഞാൻ ഈ പ്രവൃത്തി ചെയ്യും. ഐ വിൽ ഗ്യാദർ ഓൾ ദ നേഷൻസ് അഗെയിൻസ്റ്റ് ജെറുസലേം. അപ്പം ജെറുസലേം കേന്ദ്രമായിട്ട് യഹോവയായ ദൈവം മറ്റ് സകല ജാതികളെയും ഇങ്ങോട്ടേക്ക് കൂട്ടിവരുത്തുകയാണ്. എല്ലാവരെയും യെരൂശലേമിലേക്ക് അടുപ്പിക്കുകയാണ്. അവിടെയാണ് ഈ യുദ്ധത്തിന്റെ ഒരു ശ്രുതി നാം കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം ആർക്കെങ്കിലും എളുപ്പത്തിൽ കിട്ടിയാൽ എടുത്തു വായിക്കാം. 16-ാം അധ്യായം 16-ാം വാക്യം, ആ യുദ്ധത്തിന്റെ ആ വിഷയം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം സ്വയം ഈ യെരൂശലേമിലേക്ക് മറ്റ് രാജ്യങ്ങളെല്ലാം കൂട്ടിവരുത്തുകയാണ്. 16-ന്റെ 16 ഒന്ന് വായിക്കാം. വെളിപ്പാട് 16-ാം അധ്യായം 16-ാം വാക്യം. അപ്പോ അർമഗദോൻ എന്ന സ്ഥലത്തിൽ കൂട്ടി ചേർത്തു. ആര്? ഈ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അർമഗദോൻ എന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിച്ചേർത്തുകയാണ്. അവസാനത്തെ ആ യുദ്ധം അവിടെ സംഭവിക്കുകയാണ്. ഇതാണ് അക്ഷരികമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്. വളരെ അടുത്ത ഭാവിയിൽ അധികം താമസമില്ലാതെ യെരൂശലേം കേന്ദ്രീകരിച്ച് സംഭവിക്കുന്ന വിഷയമാണ്. ഐ വിൽ ഗ്യാദർ ഓൾ ദ നേഷൻസ് അഗെയിൻസ്റ്റ് ജെറുസലേം. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും. അവിടെ അർമഗദോൻ കൂട്ടി വരുത്തുന്ന ഒരു വിഷയം ദൈവം തന്നെ ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത് നാം ചിന്തിച്ചാൽ ഒരു തിന്മയുടെ ഒരു സംഭവമാണ്. അവിടെ പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയുമുണ്ട്. അവിടെ ഒരു യുദ്ധം സംഭവിക്കുന്നു. എന്നാൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സർവാധികാരത്തിലും ദൈവത്തിന്റെ സർവ്വ നിർണയത്തിലും സർവജ്ഞാനത്തിലുമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വിഷയം അവിടെ നാം വായിക്കുന്നു. ദൈവത്തിന്റെ മുൻ നിർണയം അല്ലെങ്കിൽ ദൈവം മുന്നമേ അറിയുന്ന ഒരു വിഷയം അവിടെ പറയുന്നു. 2-ാം അധ്യായം 23-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് 2:23. മതി. യേശുവിനെ സ്ഥിര നിർണയത്താലും മുന്നമേ ഉള്ള അറിവുണ്ട് ഏൽപ്പിച്ചു. ആര്? ദൈവം, പിതാവായ ദൈവം സ്വയമേ നിർണയിച്ച് തീരുമാനിച്ച് ഉറപ്പോടെ ഏൽപ്പിച്ചു കൊടുത്ത വിഷയമാണ് അത്. അതിൽ തന്നെ നോക്കുമ്പോൾ ഒരു തിന്മയാ സംഭവിക്കുന്നത്. കർത്താവ് മരിക്കുവാൻ പോവുകയാണ്. അവിടെ ഒരു നല്ല കാര്യമല്ല ആ രീതിയിൽ അക്ഷരികമായി സംഭവിക്കുന്നത്. എന്നാൽ അത് ദൈവത്തിന്റെ നിർണയമാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണം എന്നുള്ളത്. അതിലൂടെ ഒരു നന്മ നാം കാണുന്നു, രക്ഷയിലേക്ക് നാം പ്രവേശിക്കുന്നു. അതേ രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഈ അർമഗദോൻ യുദ്ധം സംഭവിക്കുമ്പോൾ അവിടെ ഈ ലോകപരമായിട്ടുള്ള രാജ്യങ്ങൾ, തിന്മയുടെ ശക്തികൾ എല്ലാം നശിച്ച് നാം താഴോട്ട് വായിക്കുമ്പോൾ അതിലൂടെ ഒരു നന്മ പിന്നീട് ഉണ്ടാകുകയാണ്. ഇതെല്ലാം അവസാനിക്കുവാൻ പോവുകയാണ്. തിന്മയുടെ ഒരു അംശം പോലും ബാക്കിയില്ലാതെ സകലത്തിനും ഒരു തീർപ്പ് വരുത്തുന്ന ഒരു യുദ്ധം. അതാണ് നാം കാണുന്നത്. ഐ വിൽ ഗ്യാദർ, ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി കൂട്ടി ചേർത്ത് വെക്കും. അപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ യഹോവയായ ദൈവം യുദ്ധത്തിനായിട്ട് കൂട്ടിച്ചേർക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ മുൻ നിർണയം, ദൈവത്തിന്റെ മുന്നമേ സ്ഥാപിച്ചിരിക്കുന്ന വിഷയം, കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് അവസാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്ന വിഷയമാണ്. അത് ദൈവത്തിന്റെ സർവാധികാരമാണ്. തിന്മയുടെ മുകളിൽ ദൈവത്തിന്റെ സോവറിൻ പവറാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ പൈശാചികമായിട്ടുള്ള എത്ര നീക്കങ്ങൾ ഉണ്ടായാലും, ഹൗ മച്ച് എവർ സൈറ്റൻ മൂവ്സ്, ഈ രാജ്യങ്ങളെല്ലാം യുദ്ധത്തിനായിട്ട് കടന്നു വരുന്നതും ആ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്, അതിനകത്തൊരു പൈശാചിക കാര്യവുമുണ്ട്. എത്രത്തോളം സംഭവിച്ചാലും അവസാനം
വാഴുന്നത് ദൈവമാണ്. ഗോഡ് റൂൾസ് കംപ്ലീറ്റ്ലി. കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ അവര് ക്രൂശിക്കുമ്പോൾ ആ ചുറ്റുമുള്ള ജനം വിചാരിച്ചത് ഈ വ്യക്തി, ഈ ദൈവം തോൽക്കുകയാണെന്നാണ്, മരണപ്പെടുകയാണെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ ദൈവത്തിന്റെ മുൻനിർണയം, സർവാധികാരം എന്ന് വെച്ചാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പദ്ധതി ഇവർക്ക് അറിഞ്ഞുകൂടാ. അവിടെ വിജയത്തിന്റെ ഒരു ഘോഷം അവർക്ക് അറിഞ്ഞുകൂടാ. അവിടെ ആ പിശാച് തോൽക്കുന്ന ആ സംഗതി ചുറ്റുമുള്ള ജനത്തിന് മനസ്സിലാകുന്നില്ല. അതേ രീതിയിലുള്ള ഒരു സർവാധികാരമാണ് നാം ഈ സന്ദർഭത്തിലും കാണുവാൻ പോകുന്നത്. അതാണ് 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം വാക്യം നമുക്കത് വായിക്കാം. വേഴ്സ് 3. മതി. Then the Lord will go forth and fight against those nations as when he fights on a day of battle. ഇവിടെ നോക്കിയേ, 2-ാം വാക്യത്തിൽ ദൈവം തന്നെ ഈ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായിട്ട് കൂട്ടിവരുത്തുന്നു. 3-ാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചത് ശ്രദ്ധിച്ചോ? യഹോവ പുറപ്പെട്ട് താൻ തന്നെ എന്തുവാ പറയുന്നത്? യഹൂദ യുദ്ധ ദിവസത്തിൽ ദൈവം തന്നെ യുദ്ധത്തിന് വേണ്ടി മുമ്പോട്ട് നീങ്ങുകയാണ്. ഗോഡ് ഹിംസെൽഫ് ഈസ് ഗോയിങ് ഫോർത്ത് ആൻഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദി എനിമീസ്. ഇവിടെ ഇസ്രായേൽ ജനമല്ല, അല്ലെങ്കിൽ മറ്റാരുമല്ല ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ദൈവം സ്വയമാണ് ആ അവസാനത്തെ യുദ്ധം അവിടെ നേരിടുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ 2-ാം വാക്യത്തിൽ ഇവരെ എല്ലാം കൂട്ടി വരുത്തുന്നതിന്റെ ഉദ്ദേശം, 3-ാം വാക്യത്തിൽ കർത്താവ് സ്വയം ഈ യുദ്ധം അവിടെ നയിക്കുകയാണ്. ഹി ഈസ് ലീഡിങ് ദ ബാറ്റിൽ ഫോർ ദം. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലേക്ക് നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ചിന്തകൾ പോകാവുന്നതാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം എന്ന് വായിച്ചേ. എക്സഡസ് ചാപ്റ്റർ 14 and verse 14. അവിടെ ഈ ദൈവത്തിന്റെ പ്രവൃത്തി ആ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. 14-ാം വാക്യം, The Lord will fight for you while you keep silent. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ജനം മിണ്ടാതിരിക്കുകയാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സകല ജാതികളും ചുറ്റും യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞു. ആരാ യുദ്ധത്തിന് എഴുന്നേൽക്കുന്നത്? ദൈവം സ്വയം, യഹോവ സ്വയമാണ് അന്നാളിൽ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നത്. അത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 17-ാം വാക്യത്തിലും മിണ്ടാതിരിക്കുവാൻ, മൗനമായിരിക്കുവാൻ, സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ള ഒരു ആഹ്വാനം നാം വായിക്കുന്നു. അതേ രീതി 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലും മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന വാക്യം വായിക്കുന്നു. അപ്പോൾ ദൈവം അനേക വാക്യങ്ങളിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഭാവിയിൽ ഈ യുദ്ധത്തിൽ ദൈവം അത് പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു വിഷയമാണ് നാം കാണുന്നത്. എന്താണ് അത്? ആക്ഷരികമായിട്ടുള്ള കാര്യമാണ് നാം വായിച്ചത്, മനസ്സിലാക്കിയത്. വാട്ട് ഈസ് ദി ചർച്ച് ആപ്ലിക്കേഷൻ? നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ ആത്മീകമായിട്ടുള്ള ഇതിന്റെ ആശയം എന്താണ്? നമുക്ക് അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 18 and verse 36. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകപരമായിട്ടുള്ള വിഷയങ്ങളല്ല നമ്മുടെ വിഷയങ്ങൾ. 18:36. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് ഒരു വിഷയം ഇവിടെ പറയുകയാണ്. ഈ ലോകത്തിലുള്ള ഒരു രാജ്യമല്ല, ഈ വേൾഡ് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ഉള്ള അവകാശമുള്ള ഒരു രാജ്യമല്ല ദൈവത്തിന്റെ രാജ്യം, സ്വർഗീയ രാജ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ സ്വർഗീയ രാജ്യമായതുകൊണ്ട് അതിന്റെ പോരാട്ടങ്ങളും യുദ്ധങ്ങളും എല്ലാം നയിക്കുന്നത് ദൈവം സ്വയമാണ്. ആ കാര്യം ആത്മീകമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. പലപ്പോഴും നാം ചില വിഷയങ്ങൾ ലോകപരമായിട്ട് നമുക്ക് വരുമ്പോൾ, ചില എതിർപ്പുകൾ നമുക്ക് വരുമ്പോൾ, എതിർപ്പുകൾ എന്ന് പറയുമ്പോൾ നാം വടക്കേ ഇന്ത്യയിൽ ചിന്തിച്ചാൽ ഡയറക്റ്റ് എതിർപ്പുകളുണ്ട്. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ ആത്മീകമായിട്ടുള്ള അനേക എതിർപ്പുകൾ നമുക്ക് വന്നേക്കാം. പല രീതിയിൽ, ആശയപരമായിട്ട്, ചിന്തപരമായിട്ട്, അഭിപ്രായങ്ങൾപരമായിട്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള എതിർപ്പുകൾ ഓരോ വ്യക്തിയും, ഓരോ വിശ്വാസിയും, ഓരോ സഭയും നേരിടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് നാം എല്ലാം ചെയ്യുന്നത്. അത്
സ്വർഗരാജ്യം ദൈവത്തിന്റെ രാജ്യമാണ്. ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിയാണ്, നാം സഭയായിട്ട് ഈ ലോകത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ കർത്താവ് ഈ സഭയെ എടുക്കുവാൻ വരുന്നത് ഈ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് യുദ്ധങ്ങളെല്ലാം കർത്താവ് നേരിടട്ടെ. ലെറ്റ് ഗോഡ് ലോർഡ് ഫൈറ്റ് ഓൾ ആർ ബാറ്റിൽസ്. നമ്മുടെ യുദ്ധങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ അതിലാണ് അന്തിമമായിട്ടുള്ള ജയം നമുക്ക് ഉണ്ടാകുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 19-ാം വാക്യത്തിലും നാം പരിചയമുള്ള ഒരു വാക്യം വായിക്കുന്നത്, പ്രതികാരം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. വെഞ്ചൻസ് ഇസ് മൈൻ. അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മൗനമായിട്ട് മിണ്ടാതിരുന്നാൽ മതി, സ്റ്റില്ലായിട്ട് ഇരുന്നാൽ മതി. ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നന്മകൾക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ദൈവം സ്വയം അവന്റെ രാജ്യത്തിന് വേണ്ടി അവിടെ ഫൈറ്റ് ചെയ്യും, യാതൊരു സംശയമില്ല. സോ ഇഫ് യു ആർ ഫൈറ്റിംഗ് ഫോർ യുവർ റൈറ്റ്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ടേക്ക് അവേ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സഭയിലുള്ളവർ അവര് ഈ രീതിയിൽ മൽപിടുത്തം ചെയ്യുന്നുണ്ടെങ്കിൽ, അടി കൂടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ലോകപ്രകാരമാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നേടുവാൻ വേണ്ടി നാം യുദ്ധം ചെയ്യുന്നു, നാം തർക്കിക്കുന്നു, നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് ലോകപരമായിട്ടുള്ള കാര്യമാണ്. ഇഫ് യു ബിലോങ് ടു ക്രൈസ്റ്റ്, യു ലെറ്റ് ഹിം ഫൈറ്റ് ആൻഡ് ഡു ദ നീഡ്ഫുൾ. നാം ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ക്രിസ്തു നയിക്കും, ക്രിസ്തു അതിൽ അന്തിമ വിജയം കണ്ടെത്തും. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മൗനമായിട്ട് ഇരുന്നാൽ മതി. 4-ാം വാക്യം ഒന്ന് വായിക്കാം, വേഴ്സ് 4. വെളിച്ചം ഉണ്ടാകുകയില്ല, മറന്നു പോകും, യഹോവ മാത്രം അറിയുന്ന 4-ാം വാക്യം വാക്കിനെ, വേഴ്സ് 4. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ തുടർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായിരുന്നു. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും. ദൈവനാമത്തിന് മഹത്വം. അക്ഷരികമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങളാണ് നാം ഈ വായിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്, ദൈവവചനം. ഇത് സംഭവിക്കുവാൻ പോകുന്ന പ്രവചനങ്ങളാണ്. ഈ ലോകത്തിന് അനേക പുസ്തകങ്ങളുണ്ട്, അവര് ഇതിനൊന്നും ശ്രദ്ധിക്കാതെ അനേക ജനങ്ങൾ പോകുന്നു. നമ്മുടെ കൈവശം ഉള്ള ഈ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഈ 4-ാം വാക്യം ഏറ്റവും സമീപ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്, ആക്ഷരികമായി സംഭവിക്കാൻ പോകുന്ന വിഷയമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ലിറ്ററലി. എഴുതി വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ അതേ സ്ഥലത്ത് സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ഒലിവുമല 2ആയിട്ട് പിളർന്നു പോകുന്ന ഒരു സത്യം, അത് അക്ഷരികമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. 2ആയിട്ട് പിളർന്ന് പോകും എന്ന് നാം വായിക്കുന്നു. അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അത് സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അവിടെയും ഈ ഒലിവുമലയെ കുറിച്ച് ഒരു പരാമർശം നാം വായിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം. അപ്പോൾ പോകുന്നത് നിങ്ങൾ കണ്ടു, അതേ രീതിയിൽ അവൻ വീണ്ടും വരും. ആ ചിത്രീകരണമാണ് നാം സെക്കറിയാവിന്റെ പ്രവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ പോകുന്നത് കണ്ടു, അതേ മാതൃകയില് സ്ഥലത്ത് കർത്താവ് വീണ്ടും വരുമ്പോൾ അത് പിളർന്നു പോകും. വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടാകുകയാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാകുന്നു. An earthquake which the world has not yet seen. അത്തരത്തിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായിട്ടാണ് ഇത് പിളർന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിക്കുന്ന വ്യക്തമായിട്ടുള്ള സത്യങ്ങൾ ഇതാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവ് ഒരു ചിത്രീകരണമല്ല, ഒരു ചിഹ്നമല്ല, സിംബോളിക് അല്ല. അത് ആക്ഷരികമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്. അത് ശരീരത്തിൽ ഫിസിക്കലായിട്ട് സംഭവിക്കും, ജിയോഗ്രാഫിക്കലായിട്ട് സംഭവിക്കും. അത് ഈ ഒലിവ് മല എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അത് പിളർന്നു പോയി, അവിടെ ആണ് ഈ വിഷയം സംഭവിക്കുന്നത്. അതെല്ലാവർക്കും കാണുവാൻ സാധിക്കും. കർത്താവ് മുകളിലേക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതുപോലെ ഇറങ്ങി വരുമ്പോൾ അതെല്ലാവർക്കും
കാണുവാൻ സാധിക്കും. അത് യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. അതാണ് അക്ഷരികമായിട്ട് സംഭവിക്കുന്ന വിഷയം. ആത്മീകമായിട്ട് സഭയ്ക്ക് തീർച്ചയായിട്ടും അത് പ്രചോദനത്തിനും സന്തോഷത്തിനും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉളവാക്കുന്ന വിഷയമാണ്. അതിൽ കൂടുതൽ വിശദീകരണം അതിനാവശ്യമില്ല. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 5. ആ അവസാനത്തെ വാക്യം ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ലോർഡ് മൈ ഗോഡ് വിൽ കം ആൻഡ് ഓൾ ദ ഹോളി വൺസ് വിത്ത് ഹിം. അവിടെ യഹോവ ഒറ്റയ്ക്കാണ് വരുന്നത്, അല്ല, യഹോവയുടെ കൂടെ വിശുദ്ധന്മാരും വരും. അതാണ് അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വിഷയം. അപ്പൊ യഹോവ വരുന്നുണ്ട്, യഹോവയുടെ കൂടെ വിശുദ്ധന്മാരും വരും. 1 തെസ്സലോനിയർ 3-ാം അധ്യായം 13-ാം വാക്യം ഒരാള് എടുത്ത് വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരാള് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം, വേറൊരാള് കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വാക്യങ്ങളാണ്. 1 തെസ്സലോനിയർ 3-ാം അധ്യായം 13-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്നു. 1 തെസ്സലോനിയർ 3:13 നാം വായിച്ചത്. ഇനി വെളിപ്പാട് പുസ്തകം 19-14 വാക്യം. വെളിപ്പാട് അവനെ അനുഗമിച്ച് ഒരു കൂട്ടം ജനം ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരികയാണ്, വിശുദ്ധന്മാർ വരികയാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം എന്ന് വായിക്കുക. കൊലോസ്യർ 3:4. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നാം എടുത്തു വായിച്ചത് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. സെഖര്യാവിന്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ 5-ാം വാക്യം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിച്ചത് യഹോവ വരും, ദൈവം വരും, ദൈവത്തോട് കൂടെ സകല വിശുദ്ധന്മാരും വരും എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ആ സഭ ദൈവത്തോട് കൂടെ ആ സമയത്ത് ഉണ്ടായിരിക്കും എന്നുള്ളൊരു വിഷയമാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ വിശുദ്ധന്മാരായിട്ട് നമ്മെ തീർത്ത ദൈവം ഈ രീതിയിൽ വാഴുവാൻ വരുമ്പോൾ ദൈവത്തോട് കൂടെ, കർത്താവിനോട് കൂടെ ദൈവത്തിന്റെ ജനം വിശുദ്ധന്മാരും അവനോട് കൂടെ ഉണ്ടാകും. ഹി ഈസ് നോട്ട് കമ്മിങ് അലോൺ. ഒറ്റയ്ക്കല്ല വരുന്നത്. നാം എല്ലാവരും നാം മാത്രമല്ല, സകല വിശുദ്ധന്മാരും ദൈവത്തോട് കൂടെ വാഴുവാൻ വേണ്ടി ആ ഒലിവ് മല നാം കാണുന്നത് പിളർന്നു വരുമ്പോൾ അവിടെ നാമും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 6ഉം 7ഉം വാക്യങ്ങൾ ഇതെല്ലാം ആക്ഷരികമായിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അതിന്റെ ചില ആത്മീക അർത്ഥങ്ങൾ നാം ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 6ഉം 7ഉം വാക്യങ്ങൾ. മറഞ്ഞു പോകും. ദൈവനാമത്തിന് മഹത്വം. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസമാണ്. അതിന്റെ പ്രത്യേകത അതാണ്. അത് എടുത്തു പറയേണ്ട അത്യാവശ്യമാണ്. നോ നോർമൽ സൺലൈറ്റ്. നാം ഇന്ന് കാണുന്ന ഈ സൂര്യന്റെ ആ പ്രകാശം അവിടെ ഉണ്ടാകുകയില്ല. അത് രണ്ടും ലുമിനറീസ്, ബോത്ത് ഓഫ് ദം വുഡ് ഡ്വിൻഡൽ. അതില്ലാതെ പോകും. അവിടെ ആ രീതിയിൽ നമുക്ക് ഇന്ന് വെളിച്ചം തരുന്ന നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സൂര്യൻ ഇല്ലാതെ പോകും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വിൽ ബി എ യുണീക് ഡേ വിച്ച് ഇസ് നോൺ ടു ദ ലോർഡ്. അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു ദിവസമാണ്. അവിടെ പറയുന്നത് നീദർ ഡേ നോർ നൈറ്റ്. അത് പകലുമല്ല രാത്രിയുമല്ല. ബട്ട് ഇറ്റ് വിൽ കം അബൌട്ട് അറ്റ് ഈവനിങ് ടൈം ദർ വിൽ ബി ലൈറ്റ്. നാം ഇത് വായിച്ചു പോകുമ്പോൾ ഒരു വിരോധാഭാസം നമുക്ക് തോന്നിയേക്കാം. സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, പകലില്ല, രാത്രിയില്ല. പിന്നീട് പറയുകയാണ് സന്ധ്യാസമയമാകുമ്പോൾ ഒരു വെളിച്ചം അവിടെ കാണും. എന്നാൽ നാം അവിടെ നടുക്ക് വായിച്ച വാക്യമാണ്, ആ ഒരു ഫ്രേസ് ആണ് ഇമ്പോർട്ടന്റ്. അവിടെ പറയുന്നത് ദിസ് യുണീക് ഡേ ഈസ് നോൺ ടു ദ ലോർഡ്. ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു ദിവസമാണ് ഇത്. കുറച്ചും കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി 1-2 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 24 and verse 29. അവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള വാക്യമാണ്. മത്തായി 24:29.
അക്കാലത്തിലെ കഷ്ടം പൊരിഞ്ഞ ഉടനെ ആ സൂര്യൻ ഇരുണ്ടുപോകും, ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആ നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഈ കാര്യങ്ങളാണ് അന്നാളിൽ സംഭവിക്കുവാൻ പോകുന്നത്. നാം ഈ വായിച്ച വാക്യത്തിൽ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ നാം ഇപ്പോ കാണുന്ന പ്രകാശം നൽകുന്ന വസ്തുതകളെല്ലാം നശിച്ചു പോകും, ഇല്ലാതെ ആയി പോകും. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് 21:23. വെളിപ്പാട് 21:23. Revelation chapter 21 and verse 23. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവനാമത്തിന് മഹത്വം. ഇപ്പൊ കാര്യങ്ങൾ അല്പമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അവിടെ എന്തിന്റെ ആവശ്യമില്ല? നാം ഇതുവരെ കണ്ട പ്രകാശം, സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിന്റെ വിളക്ക് ആകുന്നു. അതാണ് നാം കാണുവാൻ പോകുന്നത്. ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു ദിവസം, ഒരു സമയം, കാലഘട്ടം. അവിടെ സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല, നാം ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന പ്രകാശം തരുന്ന വിഷയങ്ങളുടെ ആവശ്യമില്ല. അവിടെ കുഞ്ഞാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള തേജസ് ആണ് അവിടെ പ്രത്യേകമായിട്ടുള്ള പ്രകാശം നൽകുന്നത്. അത് ആക്ഷരികമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന ഒരു വിഷയമാണ് നാം കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും, ആത്മീകമായിട്ട് നാം ചിന്തിക്കുമ്പോൾ, when the sun fails, SUN, സൂര്യൻ പരാജയപ്പെടുമ്പോൾ, ഇല്ലാതെ പോകുമ്പോൾ, നശിച്ചു പോകുമ്പോൾ, the sun shines, SON, ഈ പുത്രൻ അവിടെ പ്രകാശൻ അല്ലെങ്കിൽ ശോഭിതനായിട്ട് അവിടെ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യനും എല്ലാം നക്ഷത്രങ്ങളും എല്ലാം ഇല്ലാതെയാവും. നാം ഇന്ന് കാണുന്ന പ്രകാശം എല്ലാം ഇല്ലാതെയാകും. അവിടെ അന്നാളിൽ പ്രകാശം നൽകുന്നത് ദിവ്യമായിട്ടുള്ള തേജസ് മാത്രം, കുഞ്ഞാടിന്റെ വെളിച്ചം മാത്രമായിരിക്കും നാം അന്നാളിൽ കാണുന്നത്. 8ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 8. വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. മതി 8ാം വാക്യം മാത്രം. ഇൻ ദാറ്റ് ഡേ ലിവിംഗ് വാട്ടേഴ്സ് വിൽ ഫ്ലോ ഔട്ട് ഓഫ് യെരൂശലേം. അപ്പോ യെരൂശലേമിൽ നിന്ന് ഒരു നദി പോലെ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവചനം നാം വായിക്കുന്നത്. ഇതെല്ലാം അക്ഷരികമായിട്ട് സംഭവിക്കാൻ പോകുന്നതാണ്. നാം യെരൂശലേം എന്ന് വായിക്കുമ്പോൾ, ഇസ്രായേൽ എന്ന് വായിക്കുമ്പോൾ അവിടെ സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണെന്ന് മനസ്സിലങ്ങ് നാം തറപ്പിച്ച് മനസ്സിലാക്കുക. അത് ലിറ്ററലി അങ്ങനെ ഒരു നദി ഒഴുകി അവിടെ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഭവനത്തിൽ ചെന്ന് വായിക്കുവാൻ വേണ്ടി യെസിക്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം ഒന്ന് വായിച്ചാൽ അതിന്റെ 1 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ, നിങ്ങൾ കുറച്ചധികം വാക്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് എടുത്ത് വായിക്കുന്നില്ല. ആ വാക്യങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. അവിടെ ആ പ്രവാചകൻ ആ നദിയിലേക്ക് ഇറങ്ങി ആദ്യം തൻ്റെ കാലിന്റെ മുട്ടോളം, അത് കഴിഞ്ഞിട്ട് ലോയിൻസ് വരെ അരയോളം വരുന്നു, അത് കഴിഞ്ഞ് വെള്ളം കൂടിക്കൂടി വരുന്നു, അതിലേക്ക് ഒഴുകി പോകുന്നു. ആ ദൃശ്യം പ്രവചനാത്മാവിൽ താനും കാണുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത്. ലിവിംഗ് വാട്ടേഴ്സ് വിൽ ഫ്ലോ ഔട്ട് ഓഫ് ജെറുസലേം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലും നാം ഇതിന്റെ സമമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 7-ാം അധ്യായം 38. മറ്റാരെങ്കിലും? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം കൂടെ. യോഹന്നാൻ 7-ാം അധ്യായം 38-ാം വാക്യം. 38-ാം വാക്യം. എവിടെ നിന്നാ ഒഴുകുന്നത്? ഉള്ളിൽ നിന്ന്. ജീവൻ എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഉള്ളിൽ നിന്ന്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ആത്മീകമായ അർത്ഥമാണ് നാം ചിന്തിക്കുന്നത്. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമുക്കറിയാം, നാം വചനം പഠിക്കുമ്പോൾ ഈ ലിവിംഗ് വാട്ടേഴ്സ് എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന വിഷയമാണ്. ഉള്ളിൽ നിന്ന് ഈ ജീവജലം ഒഴുകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. യെരൂശലേം സഭയോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ആത്മീകമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ജീവജലം ഒഴുകണം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, കൃപകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകി വരണം എന്നാണ് ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? ആക്ട്സ് ചാപ്റ്റർ 1 and verse 8. നിങ്ങളെ വരുമ്പോൾ
എന്റെ സാക്ഷികളാവും. അപ്പോ യെരുശലേമിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങള് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ഒഴുകി പോകണം, ദൈവ സുവിശേഷം അറിയിക്കണം. നിങ്ങളിലൂടെ ഈ ഒഴുക്ക് എല്ലായിടത്തും ഭൂമിയെ അറ്റത്തോളം എത്തണം. അതാണ് ആത്മീകാർത്ഥം. യെരുശലേമില് ഭാവിയില് ആക്ഷരികമായിട്ട് അങ്ങനെ ഒരു നദി ഒഴുക്ക് സംഭവിക്കുവാൻ പോകുന്നു. യെരുശലേമിൽ നിന്ന് അത് പുറപ്പെടും എന്ന് നാം വായിക്കുന്നത്. സഭയിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? വാട്ട് ഷുഡ് കം ഔട്ട് ഓഫ് ദ ചർച്ച്? സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നാം വരേണ്ടത്. പുറത്തേക്ക് വരേണ്ട വിഷയം അതാണ്. ഹോളി സ്പിരിറ്റ് ഷുഡ് ഫ്ലോ ഔട്ട് ഓഫ് ദി ചർച്ച്. ഹോളി സ്പിരിറ്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആത്മാവിന്റെ ഫലം എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന്, അതാ നാം ആദ്യം വായിച്ചത്, യോഹന്നാൻ 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ വായിച്ചത്, ഔട്ട് ഓഫ് ഇൻസൈഡ് ഓഫ് വൺ പേഴ്സൺസ് ഹാർട്ട്. ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അത് ഒഴുകി വരണം. എവിടെയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? ഒരാള് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ആ നിമിഷം എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്, കർത്താവ് നൽകുകയാണ്. അത് അവിടെ നിന്ന് അതിന്റെ ഫലങ്ങൾ ഒരു നദി പോലെ, ജീവജലം പോലെ, ജീവനുള്ള ജലം പോലെ ഒഴുകി വരണം. അതിന്റെ അർത്ഥം അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലൂടെ, ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലൂടെ, സഭയിലൂടെ ഒഴുകി വരണം എന്നാണ് ഇവിടെ നമുക്ക് ആത്മീകമായിട്ട് ഒരു പ്രബോധനം ലഭിക്കുന്നത്. ഇഫ് നത്തിങ് ഇസ് ഫ്ലോയിങ് ഫ്രം യു, സംതിങ് ഇസ് റോങ് ഇൻസൈഡ് യു. ഞാനിങ്ങനെ പറയട്ടെ, നമ്മളിൽ നിന്ന് ഇത്തരത്തിലൊന്നും ഒഴുകി വരുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കുറവുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ജീവന്റെ ജലം ഈ രീതിയിൽ ഒഴുകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ പോരായ്മകളുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം മുമ്പോട്ട് പോകട്ടെ. അതിന്റെ 9-ാം വാക്യം, വേഴ്സ് 9. യഹോവ സർവ്വഭൂമിക്ക് രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. മതി. അപ്പോൾ ഇവിടെ 9-ാം വാക്യത്തിൽ മറ്റൊരു സത്യം നാം വായിക്കുന്നത്, ലോർഡ് വിൽ ബി കിങ് ഓവർ ഓൾ ദി എർത്ത്. ദൈവം സകല ഭൂമിയിലും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. ലോർഡ് ഈസ് ഗോയിങ് ടു ബി ദ കിങ്. ഒരു രാജാവ് മാത്രം. ഈ കാലഘട്ടത്തിൽ നാം അനേക രാജാക്കന്മാരെ കാണുന്നു, അനേക രാജാക്കന്മാർ വാഴുന്നതായിട്ട് ലോകം കാണുന്നു. എന്നാൽ അന്നാളിൽ ഒരു രാജാവ് മാത്രം സകല ഭൂമിയെയും നിയന്ത്രിക്കുന്ന ഒറ്റ ഒരു രാജാവായിട്ട് കർത്താവ് അന്നാളിൽ വരും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ 2-ന്റെ 10-11 പരിചയമുള്ള ഒരു വാക്യമാണ്. അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം 11-ന്റെ 15-ാം വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ 2-ന്റെ 10-11, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ മുഴങ്ങാലൊക്കെയും മുടങ്ങും. ദൈവം സ്വയം ഏക രാജാവായിട്ട് വാഴുന്ന സ്വർലോകരും ഭൂലോകരും അധോലോകരും എല്ലാം കർത്താവിനെ വണങ്ങുന്ന ഒരു ദിവസം വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 11-ന്റെ 15. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ദൈവനാമത്തിന് മഹത്വം. അപ്പൊ ലോകരാജ്യത്വം കർത്താവിനാകുന്ന ഒരു ദിവസം, അതാണ് നാം ഈ 2 വാക്യങ്ങളിലും വായിക്കുന്നത്. ഇന്ന് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, സുവിശേഷം അറിയിക്കുമ്പോൾ, ഈ ദൈവത്തെക്കുറിച്ച് അനേക സ്ഥലങ്ങളിൽ അനേക മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ എല്ലാവരും വേണ്ടാന്ന് വെക്കുകയാണ്, വിട്ടുകളയുകയാണ്, എതിർത്ത് നിൽക്കുകയാണ്. ഹി ഈസ് ഗെറ്റിംഗ് റിജക്റ്റഡ് ബൈ മെനി ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ അനേക ജനം അവനെ വിട്ടുകളയുകയാണ്, അവന്റെ എതിരെ നിൽക്കുകയാണ്. അന്നാളിൽ ഹി വിൽ ബി റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ. എല്ലാവരും, സകല മുഴങ്കാലും അവന്റെ മുൻപിൽ വണങ്ങുന്ന ഒരു സമയം വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് ആക്ഷരികമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന വിഷയം. ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വിഷയമാണ്. 1-ാം അധ്യായം 12-ാം വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 12-ാം വാക്യം.
അതുകൂടെ പറഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ 1-ാം വാക്യം. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ആ. ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ആ. ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ആ. ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ ആ. എന്നിങ്ങനെ പറയുമ്പോൾ ആ. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുമോ? ആ. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? ആ. അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? മതി. അവിടെ ആശയം മനസ്സിലായി. നിങ്ങൾ പറയുന്നു ഞാൻ പൗലോസ്, അപ്പൊല്ലോസ്, ക്രിസ്തു, ഇങ്ങനെ പല വിഭാഗങ്ങൾ നിങ്ങൾ പറയുകയാണ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന സഭയ്ക്കുള്ള മുന്നറിയിപ്പ് ഇതാണ്. നിങ്ങൾ ഇത്തരത്തിൽ ഓരോ മനുഷ്യരുടെ പുറയിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല. ഏക രാജാവേ ഉള്ളൂ, ഏക വ്യക്തിയേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു മനുഷ്യനെ ഉള്ളൂ അനുഗമിക്കുവാൻ വേണ്ടി. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. There is only one name. ഒരു നാമം മാത്രമേ ഉള്ളൂ. പൗലോസിന്റെ നാമമോ അപ്പോലോസിന്റെ നാമമോ ഈ പേരിൽ ഈ കാലഘട്ടത്തിൽ കാണുന്ന ആരുടെ നാമങ്ങൾ വേണം നമുക്ക് ചേർക്കാം. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. ഏക രാജാവ്, എല്ലാ മുഴങ്കാലും ആ രാജാവിന്റെ സന്നിധിയിലാണ് മടങ്ങുവാൻ പോകുന്നത്. ആത്മീകമായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 10-11 വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. 10-11 വാക്യം. സെക്കറിയ 14-10-11 വാക്യം. ദേശം മുഴുവനും മാറി ഷേലം മുതൽ യെരൂശലേമിൽ തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായിരിക്കും. നഗരമോ ഉന്നതമായ സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ. ഹനയേൽ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെ നിവാസികൾ ഉള്ളതാകും. അവർ അതിൽ പാർക്കും. ഇനി സംഹാര ശബ്ദം ഉണ്ടാകില്ല. യെരൂശലേം നിർഭയം വസിക്കും. ഈ 2 വാക്യങ്ങളിൽ യെരൂശലേമിന് ലഭിക്കുവാൻ പോകുന്ന സംരക്ഷണം, സെക്യൂരിറ്റി, വളരെ സുരക്ഷിതമായിട്ട് അവർ കഴിയുന്ന ആ സമയത്തെ കുറിച്ചാണ് നാം വായിക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം വായിച്ചു, യെരൂശലേം വിൽ റൈസ് ആൻഡ് റിമെയിൻ ഓൺ ഇറ്റ് സൈറ്റ്. അവിടെ വായിക്കുന്നത് നഗരമോ ഉന്നതമായിട്ട് സ്വസ്ഥാനത്ത് അത് വസിക്കും. അപ്പോൾ ഉന്നതമായിട്ട്, എലിവേറ്റഡ് ആയിട്ട്, ഹയർ ആയിട്ട്, ഉന്നതമായിട്ട്, സ്വസ്ഥമായിട്ട് അവർ വസിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഒരു ഉയർന്ന പ്രദേശത്ത് ഉന്നതമായിട്ട്, സ്ട്രോങ് ആയിട്ട്, സുരക്ഷിതമായിട്ട് വസിക്കുന്ന ഒരു കാലം വരുന്നു, ഒരു സമയം വരുന്നു, ഒരു ദിവസം വരുന്നു. അത് അക്ഷരികമായിട്ട് യെരൂശലേമിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിനോടനുബന്ധിച്ച് അത് സംഭവിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ആത്മീകമായിട്ടുള്ള സത്യം മനസ്സിലാക്കാൻ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5:14. അവിടെ വായിക്കുന്നത് അവിടെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. 5:14. മത്തായി 5:14. അവിടെ പട്ടണം എവിടെയായിരിക്കുന്നത്? മലമേലിരിക്കുന്ന പട്ടണം, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, ഓൺ എ ഹൈ എലിവേറ്റഡ് റിസൺ സ്റ്റേറ്റ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് യെരൂശലേം ആയി ഇരിക്കുന്നത്. നാം ആത്മീകമായിട്ട് ചിന്തിച്ചാൽ യെരൂശലേം അർത്ഥാൽ ഇന്ന് സഭ. മനസ്സിലാക്കേണ്ടത്, സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരിടമാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ള ഒരിടമാണ്. അതുകൊണ്ട് ക്രിസ്തു വാഴുന്ന ഒരിടമായതുകൊണ്ട്, ക്രിസ്തു രാജാവായിട്ടുള്ള ഇടമായതുകൊണ്ട്, ഈ ലോകത്തിലേക്കും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ, ഒരു ഇടമുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പ്രത്യേക ഹാളിനെ കുറിച്ചല്ല. ദൈവസഭ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജനം, വിശ്വാസികള്, ഏക മനസ്സോടെ ഏക വിശ്വാസത്തിൽ ഈ ദൈവത്തിനെ അനുഗമിക്കുന്നവർ, അവർ ഒന്നിച്ചു കൂടി വരുന്നതാണ് ദൈവസഭ. ആ സഭയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം, സേഫസ്റ്റ് പ്ലേസ്. കാരണം അത് ദൈവഹിതം നിറവേറ്റുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിന്റെ പുത്രൻ വാഴുന്ന ഒരു സ്ഥലമാണ്. രാജാവായിട്ട് നിൽക്കുന്ന, മൂലക്കല്ലായിട്ട് നിൽക്കുന്ന, കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദൈവസഭ. അതുകൊണ്ട് അത് ഉയരത്തിൽ സ്വസ്ഥതയോടെ സുരക്ഷിതമായിട്ട് വാഴും. അതാണ് നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യെരൂശലേം വിൽ ഡ്വെൽ ഇൻ സെക്യൂരിറ്റി. യെരൂശലേം നിർഭയമായിട്ട് വസിക്കും. സഭയും
നിർഭയമായിട്ട് വസിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയില്ല, സമയത്തിന്റെ കുറവ് കാരണം. അടുത്ത വാക്യങ്ങളാണ് 12, 13, 14, 15. ഈ 4 വാക്യങ്ങൾ ഈ അർമഗദോൻ യുദ്ധം സംഭവിക്കുന്നു എന്ന് നാം 2-ാം വാക്യത്തിൽ വായിച്ചു. ദൈവം സ്വയം അവിടെ യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നു, അവർക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നാം ഈ 4 വാക്യങ്ങളിൽ വായിക്കുന്നത്. 12, 13, 14, 15 ആ വാക്യങ്ങൾ നാം വായിച്ചതാണ്. അതുകൊണ്ട് അത് എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്, ന്യായവിധിയാണ് നാം ഇവിടെ കാണുന്നത്. ഏറ്റവും അന്തിമമായിട്ടുള്ള ഒരു യുദ്ധം. അവിടെ ആ യുദ്ധം കഴിയുമ്പോഴേക്കും സംഭവിക്കുന്ന വിഷയങ്ങൾ വളരെ ഭീകരമായിട്ടുള്ള വിഷയമാണ്. അവിടെ ആ വാക്യങ്ങളൊക്കെ വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെ വായിക്കുന്നത് അത് ചീഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്ന, റോട്ടനായി പോകുന്ന, അഴുകി പോകുന്ന അവസ്ഥകളാണ്. മാംസമൊക്കെ ചീഞ്ഞഴിഞ്ഞു പോകുന്ന വിഷയങ്ങൾ ആണ് നാം കാണുന്നത്. അങ്ങനെ മനുഷ്യന്റെ മാംസങ്ങൾ ചീഞ്ഞഴിഞ്ഞു പോകും. അവര് ശേഖരിച്ചു വെച്ച ആ കാര്യങ്ങളെല്ലാം നശിച്ചു പോകും. അവിടെ നാം വായിക്കുന്നത് ഒരുത്തൻ മറ്റൊരുത്തനെ നശിപ്പിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഗ്രേറ്റ് പാനിക് ഫ്രം ദ ലോർഡ് വിൽ ഫോൾ ഓൺ ദം. വലിയ പരിഭ്രമം അവരുടെ മധ്യത്തിൽ ഉണ്ടാവും. അതാണ് ആ വാക്യങ്ങളിലെല്ലാം നാം വായിക്കുന്നത്. അവരുടെ ആടുമാടുകൾ, അവരുടെ ഒട്ടകങ്ങൾ, കഴുതകൾ എല്ലാം നശിച്ചു പോകുന്ന വിഷയങ്ങളാണ് നാം വായിക്കുന്നത്. അക്ഷരികമായിട്ട് അർമഗദോൻ യുദ്ധം ആ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങളാണ് നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ കാര്യങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വെളിപ്പാട് 19-ന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിന് മറ്റൊരു ആയുധത്തിന്റെയും ആവശ്യം ഇല്ല. നാം ഇവിടെ വായിക്കുന്നത് അവരുടെ മാംസം, കണ്ണുകള് അതൊക്കെ അതിൽ തന്നെ ചീഞ്ഞഴിഞ്ഞു പോകുന്ന പറയുന്നത്. നത്തിങ് ഈസ് റിക്വയർഡ്. മറ്റൊരു ആയുധത്തിന്റെയും ആവശ്യമില്ല. ദൈവം അവിടെ ഇടപെടുമ്പോൾ, ദൈവം യുദ്ധം ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ ഇല്ലാതെ, ഫ്ലെഷ് വിൽ റോട്ട് വൈൽ ദേ സ്റ്റാൻഡ് ഓൺ ദർ ഫീറ്റ്. അവരുടെ കാലുകൾ ഉപയോഗിച്ച് അവർ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അഴിഞ്ഞു പോകുന്ന വിഷയങ്ങളാണ് നാം വായിക്കുന്നത്. ആ യുദ്ധത്തിൽ ആ കാര്യങ്ങൾ സംഭവിക്കും. When God judges, no army can stand. ഒരു സൈന്യത്തിനും യഹോവയുടെ മുൻപാകെ, ആ ന്യായവിധിക്ക് മുൻപാകെ നിൽക്കുവാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്കുള്ള ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നാളിൽ ഇതിലൊരു വിജയമാണ് സംഭവിക്കുവാൻ പോകുന്നത്. നാം അതെല്ലാം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വിഷയത്തിലേക്കാണ് നാം പോകുന്നത്. 16, 17, 18, 19 വാക്യങ്ങളിൽ നാം 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് വായിക്കുന്നത്. വേഴ്സസ് 16, 17, 18 and 19. അവിടെ നാം വായിക്കുന്നത് ആ വാക്യങ്ങൾ നമുക്ക് എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല, സമയത്തിന്റെ കുറവുണ്ട്. അവിടെ ഫീസ്റ്റ് ഓഫ് ദ ടാബർനാക്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്. മലയാളത്തിൽ അവിടെ കൂടാര പെരുന്നാൾ എന്നാണ് നാം വായിക്കുന്നത്. അവിടെ അത് ആവർത്തിച്ച് പറയുകയാണ്. അവിടെ കർത്താവിനോട് ചേർന്ന് നാമും വാഴുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഇതിനൊരു വളരെ പ്രത്യേകതയുണ്ട്. ഫീസ്റ്റ് ഓഫ് ദ ടാബർനാക്കിൾ, കൂടാര പെരുന്നാൾ അവിടെ ആഘോഷിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതങ്ങനെ സംഭവിക്കണം. രാജ്യങ്ങളെല്ലാം അത് ആഘോഷിക്കും. അവര് കടന്നു വന്ന് ഈ അടുത്തേക്ക് യെരൂശലേമിലേക്ക് കടന്നു വന്ന് ഈ രാജാവാരാണ്? ഒരേ ഒരു രാജാവേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ കൂടാര പെരുന്നാൾ അവര് ആചരിക്കണം. അങ്ങനെ ആചരിക്കുന്നവർ നല്ലത്, ആചരിക്കാത്തവർക്ക് പിന്നെയും പ്രശ്നങ്ങളാണ് അവിടെ പറയുന്നത്. അവർക്ക് ന്യായവിധിയും ശിക്ഷയും പിന്നീട് നാം 19-ാം വാക്യത്തിൽ വായിക്കുന്നത്. There will be punishment of Egypt, punishment of all nations who do not go up to celebrate the feast of the tabernacle. ഇത് ആചരിക്കുവാൻ, ഉത്സവമാടുവാൻ പോവാത്തവർക്ക് അവിടെയും ശിക്ഷ വീണ്ടും വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിലും ആ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. Revelation chapter 21 and verse 3. അവിടെ നാം വായിക്കുന്നത്, ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. Behold, the tabernacle of God is among men, and he will dwell among them. അതിന്റെ 3-ാം വാക്യം മലയാളത്തിൽ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മതി, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പോ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്നും ആഗ്രഹിക്കുന്നത് ഇതാണ്.
മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കണം. ദൈവം മനുഷ്യരുടെ അടുത്ത് വസിക്കണം. ഏദൻ തോട്ടത്തിലും കർത്താവ് അതാണ് ആഗ്രഹിച്ചത്. എന്നും കർത്താവിന്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പെരുന്നാള് ആചരിക്കുവാൻ പറയുന്നത്. അനേക പെരുന്നാൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പെരുന്നാൾ പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ കാരണം ഇതായിരിക്കണം. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. എന്നാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും 18ഉം 19ഉം വാക്യങ്ങളിൽ ചില രാജ്യങ്ങൾ, ചിലർ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് മടിയാണ്. ആ സമയത്ത് പോലും എതിർത്ത് നിൽക്കുന്ന ഒരു ജനം ഉണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ആത്മീക സത്യം എന്താണ്? ഇത്രയും കാര്യങ്ങൾ, സഭയൊക്കെ എടുക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മോടുള്ള ഡയറക്റ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ എത്ര നല്ല സിറ്റുവേഷൻസ്, ദൈവം വാഴുന്നു, 1000 ആണ്ട് വാഴ്ചയാണ്, തിന്മയുടെ മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. ദൈവം പറഞ്ഞ ഒരു കാര്യം പോലും ചെയ്യുവാൻ മനസ്സില്ലാത്ത ഒരു ജനം, ഒരു കൂട്ടം അന്നുമുണ്ട്. ഇത് കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, എത്ര നല്ല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും, പെർഫെക്റ്റ് കണ്ടീഷൻസ് ആണെങ്കിലും, കുറച്ചു പേര്, ചിലർ എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും, റിബൽ ചെയ്യും. അവര് എന്തോ കാരണത്താലെ അവര് ദൈവത്തോടും ദൈവജനത്തോടും സന്ദേശത്തോടും ഒക്കെയും എതിർത്ത് നിൽക്കുന്ന ജനം എക്കാലത്തും ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യന്റെ ഹൃദയം വളരെ കപടമുള്ള, സ്ഥിരമല്ലാത്ത ഒരു ഹൃദയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 20ഉം 21ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വേഴ്സസ് 20 and verse 21, അവസാന വാക്യം. കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു അനാന്യം ഉണ്ടാവുകയില്ല. ഇപ്പൊ ഇവിടെ ഈ 20ആം വാക്യത്തിലെ പരാമർശം ഹോലി ടു ദ ലോർഡ്, ഹോളിനെസ് എവ്രിവെയർ, സകല സ്ഥലങ്ങളിലും വിശുദ്ധിയുടെ വ്യാപരണമാണ് നാം കാണുന്നത്. 20ആം വാക്യം വായിക്കുമ്പോൾ ഹോളിനെസ് എവ്രിവെയർ, കർത്താവ് വാഴുന്നു, വിശുദ്ധർ അവനോട് കൂടെയുണ്ട്, തിന്മകൾ ഒന്നുമില്ല, എല്ലാം അവിടെ ഇല്ലാതെയാക്കി, അവിടെ വിശുദ്ധിയുടെ ഒരു ചിത്രീകരണമാണ് നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 36-ാം വാക്യം വായിച്ചാൽ ഈ ചിത്രീകരണം കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് വിശുദ്ധീകരണത്തിന്റെ ഒരു വിഷയം കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കുന്നത്, ഇൻ ദാറ്റ് ഡേ there will be inscribed the bells of the horse holy to the Lord from the cooking pots to the bowls before the altar. അവിടെ പറയുന്നത് യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിൽ മുൻപിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. അപ്പോൾ യാഗപീഠത്തിന്റെ മുൻപിലുള്ള കലശങ്ങളായിക്കോട്ടെ, ആലയത്തിലെ കിച്ചന്റെ പോട്ട്സ് ആയിക്കോട്ടെ, എല്ലാം എന്തായിരിക്കും? വിശുദ്ധിയുടെ ഒരു ചിത്രീകരണമാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ ആത്മീകമായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത്, നാം ആലയത്തിലേക്ക് വരുമ്പോൾ മാത്രം വിശുദ്ധീകരണം മതി എന്ന് നാം ചിന്തിക്കും. ചില മീറ്റിംഗ്സിലേക്ക് വരുമ്പോൾ മാത്രം വിശുദ്ധരായിട്ട് വന്നാൽ മതി എന്ന് നാം ചിന്തിക്കും. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വിശുദ്ധിയിൽ വസിക്കുന്ന ഒരു സമയമാണ് അന്നാളിൽ വരുവാൻ പോകുന്നത്. അതാണ് കർത്താവ് ഇന്ന് സഭയോട് ആഗ്രഹിക്കുന്നത്. യെരുശലേമിനെ കുറിച്ച് നാം അക്ഷരികമായിട്ട് വായിച്ചത്, സംഭവിക്കുവാൻ പോകുന്നത് വിശുദ്ധീകരണം എല്ലായിടത്തും. എന്നാൽ ഇന്ന് സഭ യെരുശലേമിന്റെ ഒരു ചിത്രീകരണമായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും എല്ലായിടത്തും നമ്മുടെ എങ്ങനെയായിരിക്കണം ജീവിതം? വിശുദ്ധിയിൽ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം. നാം അടുക്കളയിലാണെങ്കിലും, നാം റൂമിലാണെങ്കിലും, പ്രാർത്ഥനാ സ്ഥലത്താണെങ്കിലും, മീറ്റിങ്ങിലാണെങ്കിലും, കൺവെൻഷനിലാണെങ്കിലും, എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധിയുടെ അളവിന് വ്യത്യാസം വരുവാൻ പാടില്ല. എല്ലായിടത്തും നാം എവ്രി ഡേ, എല്ലാ ദിവസവും വിശുദ്ധിയുള്ള ദിവസമാണ്. ചിലപ്പോൾ നാം ചിന്തിക്കും സൺഡേ മാത്രമാണ് ഏറ്റവും വിശുദ്ധിയുള്ള ദിവസം, ബാക്കി 6 ദിവസങ്ങൾ അതിൽ കുറച്ച് കുറവാണ് വിശുദ്ധി. അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ചിന്തകൾ കടന്നു പോകും. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വളരെ നല്ല ചിന്താഗതിയോടെ നാം കടന്നു വരും, നല്ല കാര്യമാണ്. എന്നാൽ 7 ദിവസവും
24 മണിക്കൂറും എന്താണ് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് ആത്മീകമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടെ ഇതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആൻഡ് there will no longer be a Canaanite in the house of the Lord of hosts in that day. അന്നാളിൽ ഒരു കൂട്ടം ജനം ഉണ്ടാകുകയില്ല, ഒരു പ്രത്യേക കൂട്ടം ജനം. യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിയണം ഈ കനാന്യൻ എന്ന് വെച്ചാൽ എന്താണ്. കനാന്യൻ എന്ന വാക്കിന്റെ എബ്രായ അർത്ഥം, ഒരർത്ഥം ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി എന്നാണ് അതിന്റെ അർത്ഥം. മെർച്ചന്റ് അല്ലെങ്കിൽ ട്രേഡർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു കനാന്യനും അവിടെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരനും അന്നാളിൽ യെരുശലേമിൽ ഉണ്ടാകുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? സഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ സഭയിൽ, തൻ്റെ ശുശ്രൂഷയിൽ, താൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ഈ രീതിയിലുള്ള കച്ചവടം കലർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. വ്യാപാരികളെ ക്ഷണിക്കുന്നില്ല, അവരെ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ വരുന്ന ഉദ്ദേശം, അത്തരത്തിലുള്ള ആൾ ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷകളെ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കച്ചവടമാക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അനേക സ്ഥലങ്ങളിൽ, അനേക കൂടിവരവുകളിൽ നമുക്കത് കാണുവാൻ, മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ സാധിക്കും. ഇവിടെ പറയുന്നത് ഒരു കനാന്യനും ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷരികമായിട്ടുണ്ടാകുകയില്ല. ഇവിടെ സഭയോടുള്ള ബന്ധത്തിൽ വ്യാപാരം ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന, ദൈവത്തിന്റെ ആലയത്തെ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെയും ആ രീതിയിൽ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന ബാബിലോണിന്റെ പശ്ചാത്തലമുള്ള കാര്യങ്ങളെല്ലാം പരാജയപ്പെടും. അവിടെ വിശുദ്ധി മാത്രമായിരിക്കും നിലനിൽക്കുന്നത്. അവിടെ കച്ചവടത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് 14-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഏറ്റവും ഒടുവിലത്തെ ഒരു സമയമായതുകൊണ്ട് നാം 14 അധ്യായങ്ങളിൽ അനേക കാര്യങ്ങൾ പ്രവചനത്തിലുള്ള ബന്ധത്തിൽ ആത്മീകമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞു. നാം ചിന്തിച്ചത് എന്തൊക്കെയാണെന്ന് എല്ലാം അയവിറക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. തുടക്ക അധ്യായങ്ങളിലും അവസാന അധ്യായങ്ങളിലും വലിയ വ്യത്യാസമുണ്ടായിരുന്നു. സെക്കറിയാവിന്റെ ആരംഭ അധ്യായങ്ങളിലും അവസാനത്തെ ഈ 10 കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങളിലും വലിയ വ്യത്യാസമുണ്ടായിരുന്നു. തുടക്കം നാം തുടങ്ങിയപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ചെറിയ ഒരു ശേഷിപ്പ് ബാക്കിയുണ്ട്. സ്മോൾ റെമിനന്റ് എന്നാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്, വായിച്ചുകൊണ്ടിരുന്നത്, ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നാം ഈ അധ്യായത്തിലൊക്കെ വായിച്ച എന്താണ്? ഒരു രാജ്യം പൂർണ്ണമായിട്ട് സ്ഥാപിക്കുവാൻ പോകുന്നത്. ഗ്ലോബൽ കിങ്ഡം കമ്മിങ് ഇൻ. നാം തുടക്കത്തിൽ വായിച്ചത് എന്താണ്? ദേവാലയം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, പണിയുവാൻ വേണ്ടി തുടങ്ങുന്നു. റീബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ എന്നാണ് നാം വായിച്ചത്. ഈ അധ്യായത്തിൽ നാം എന്താ വായിച്ചത്? ഒടുവിൽ രാജാവ് വാഴുന്ന ഒരു ദേശം, ഒരു സമയം എന്നാണ് നാം വായിച്ചത്. അതാണ് നാം മനസ്സിലാക്കുന്നത്. ആദ്യം നാം വായിച്ചു മുഷിഞ്ഞ ചില വസ്ത്രങ്ങളുള്ള ഒരു കൂട്ടം ജനത്തെ നാം കണ്ടു. ഇന്ന് നാം കണ്ടത് ഈ അധ്യായത്തിൽ വിശുദ്ധി, എല്ലായിടത്തും വിശുദ്ധിയായിട്ടുള്ള ശുഭ്രവസ്ത്രങ്ങളുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലുള്ള വിഷയമാണ് നാം വായിച്ചത്. നേരത്തെ വായിച്ചത് സ്കാറ്റേർഡ് നേഷൻ, ചിതറിപ്പാർക്കുന്ന ഒരു ജനം, യെരുശലേം, ഇസ്രായേൽ എല്ലാം അനേക സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയ ഒരു ജനത്തെക്കുറിച്ച് നാം ചിന്തിച്ചത്. ഇവിടെ ഈ അധ്യായത്തിൽ നാം ചിന്തിച്ചെന്താണ്? സുരക്ഷിതത്വം പ്രാപിച്ച, സുരക്ഷിതമായിട്ട് അവരെല്ലാം ചേർന്ന് വന്ന് കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ച് വാഴുന്ന ഒരു യെരുശലേമിനെയാണ് നാം കണ്ടത്. വീണ്ടും നേരത്തെ കണ്ടത് ഒരു ഇടയൻ, എല്ലാവരും വിട്ടുകളഞ്ഞ ഒരു ഇടയനെ നാം തുടക്ക അധ്യായങ്ങളിൽ കണ്ടത്. ഇന്ന് നാം കണ്ടത് റെയിനിങ് കിങ്, വാഴുന്ന ഒരു രാജാവിനെയാണ് നാം ഈ അവസാന അധ്യായങ്ങളിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു പുസ്തകം, ഈ പ്രവചനം നാം വായിക്കുമ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, നമ്മോട് തന്നെ ചോദിക്കാം. വിൽ ഗോഡ് ഫിനിഷ് വാട്ട് ഹി സ്റ്റാർട്ടഡ്? ദൈവം തുടക്കം വെച്ച ആ വിഷയം കർത്താവ് അവസാനിപ്പിക്കുമോ? വിൽ ഹി ഡു ദാറ്റ്? ഡെഫിനറ്റ്ലി യെസ്. കർത്താവ് ആരംഭിച്ച പ്രവൃത്തി കർത്താവ് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അവസാന പ്രവചനങ്ങളുടെ വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചത്. ഏറ്റവും അടുത്ത ഭാവിയിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. വാട്ട് ബിഗാൻ വിത്ത് റിട്ടേൺ ടു മീ. കർത്താവ് ആദ്യ അധ്യായങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ മടങ്ങി വരുവാനാ പറയുന്നത്. റിട്ടേൺ ടു മീ, മടങ്ങി വരിക, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുക, എന്നിലേക്ക് മടങ്ങി വരിക എന്നാണ് പറയുന്നത്. അവസാനത്തിൽ ലോർഡ് വിൽ ബി കിങ്
ഓവർ ഓൾ ദി എർത്ത്. എല്ലാ ഭൂമിയുടെ മുകളിൽ രാജാവായിട്ട് വാഴുന്ന ഒരു ദൈവം, കർത്താവ് അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മോടുള്ള ഒരു ചോദ്യം നമുക്കിതാണ് ചോദിക്കാനുള്ളത്. ഈസ് ഹി കിങ് ഓവർ മീ ടുഡേ, ഓവർ യു ടുഡേ? അതാ ഒരു ചോദ്യമാണ് നമ്മോട് തന്നെ ചോദിക്കുവാനുള്ളത്. കർത്താവ് രാജാവായിട്ട് വാഴുവാൻ വരുന്നുണ്ട്, രാജാവായിട്ട് വാഴുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. യെരൂശലേമിൽ അത് സംഭവിക്കും. ഏറ്റവും അടുത്ത സമയത്ത്, ഭാവിയിൽ അത് സംഭവിക്കുവാൻ പോവുകയാണ്. രാജാവായിട്ട് വാഴുക തന്നെ ചെയ്യും. ഇന്ന് നമ്മോടുള്ള, ദൈവസഭയോടുള്ള, ദൈവജനത്തോടുള്ള ചോദ്യം ഇതാണ്: എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കർത്താവ് രാജാവായിട്ട് ഇന്ന് വാഴുന്നുണ്ടോ അതോ ഇല്ലയോ? ഈ സത്യങ്ങളെല്ലാം നമുക്കറിയാം, എനിക്കറിയാം. ദൈവത്തിന്റെ കർത്തൃത്വം, കർത്താവിനെ വാഴുവാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കർത്താവിന് അർപ്പിച്ചു കൊടുത്ത് ഈ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളിലുള്ള പ്രത്യാശയിൽ ധൈര്യത്തോടെ കർത്താവിൻ്റെ ആ രാജാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, വചനമനുസരിച്ച് വിശുദ്ധിയോടെ നാം വായിച്ചതുപോലെ എല്ലാ സമയത്തും, എല്ലാ കാലത്തും, എല്ലാ ദിവസവും, എല്ലാ സ്ഥലത്തും വിശുദ്ധിയോടെ വാഴുവാൻ സഭയായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.